ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്ത് തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനാ യജ്ഞം നമ്മൾ തുടരുകയാണ്. നമ്മൾ വിചിന്തനം ചെയ്യുന്നത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിന് സത്യാത്മാവിനെ കിട്ടില്ല. ലോകം വേണോ സ്വർഗം വേണോ? നിന്റെ തീരുമാനം. നമുക്ക് രണ്ടിനുമുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. നിയമാവർത്തനം 30:15 വായിച്ചാൽ, ഇതാ നിന്റെ മുമ്പിൽ നന്മയും തിന്മയും ഞാൻ വെച്ചിട്ടുണ്ട്, രക്ഷയും ശിക്ഷയും വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ലോകത്തെ തിരഞ്ഞെടുത്താൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പയ്യനോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നിനക്ക് അച്ഛനാണോ പെണ്ണ് കെട്ടണം? അവരിങ്ങനെ കുറച്ച് അമാന്തിച്ച് നിന്നപ്പോഴത്തേക്കും മറ്റേയാൾ പറഞ്ഞു, അച്ഛനായ പെണ്ണ് കെട്ടാൻ പറ്റില്ല. ഉടനെ അവൻ ചാടി പറഞ്ഞൊരു കാര്യം, എന്നാൽ ഞാൻ പെണ്ണ് കെട്ടിയിട്ട് അച്ഛനായിക്കോളാം. ഇന്ന് പലരെയും കാണാൻ സാധിക്കും, ഈ അപ്പുറത്തും ഇപ്പുറത്തും കാല് വെക്കണം, രണ്ടും വേണം, ഒന്നും വിടാൻ പറ്റിയല്ല. എനിക്ക് ലോകം വേണം, സ്വർഗത്തിലും പോകണം. അത് സാധ്യമല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് വചനം വ്യക്തമാക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം അതേ മനസ്സിലാക്കാൻ 1-2 വചനങ്ങൾ എടുക്കാം. മത്തായി 6:24 അവിടെ പറഞ്ഞിരിക്കുന്നത്, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും പറ്റില്ല. നമ്മൾ ഒരാളെ വിട്ടാലേ ഉള്ളൂ മറ്റേയാളെ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. ലോകത്തെ വിട്ടാലേ ഉള്ളൂ നമുക്ക് ദൈവത്തെ പിടിക്കാൻ പറ്റൂ എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 1 രാജാക്കന്മാർ 18:21 വായിച്ചാലോ, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാല് വയ്ക്കുന്ന ഈ മനോഭാവം തുടരും? എത്ര നാൾ നമ്മൾ ഈ മനോഭാവത്തിൽ പോരും? ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷണാവസ്ഥ നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ തുടരും? അതാണ് വചനം പറയുക. എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, ഒന്നുകിൽ നിങ്ങൾ ദൈവത്തെ മാനിച്ച് ജീവിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ വിട്ടിട്ട് ലോകത്തിൻ്റെതായി ജീവിച്ചോ. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്ത് നിൻ്റെ ജീവിതത്തിലേക്ക് നീ ഏറ്റെടുക്കേണ്ടി വരും. അതാണ് വചനം വ്യക്തമാക്കുക. രണ്ടാമത്തെ കാര്യം, ആത്മാവിനെ പ്രാപിക്കാനുള്ള ആ വഴി വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പെന്തക്കോസ്ത് തിരുനാളിൽ ഒരു പുതിയ അഭിഷേകമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള വഴി എന്താണെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് തടസ്സമാകാവുന്നത് എന്താണ് വചനം പഠിപ്പിക്കുന്നു. യോഹന്നാൻ 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധ്യമല്ല. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-16 വചനങ്ങൾ എടുത്താൽ, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ലോകത്തിൽ ജീവിക്കാൻ മേലായികയൊന്നുമില്ല, സമ്പത്ത് കൈകാര്യം ചെയ്യാൻ മേലായികയൊന്നുമില്ല. സമ്പത്ത് ഉണ്ടാക്കാനും ചെലവഴിക്കാനും ഒക്കെ പറ്റും. പക്ഷേ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ധനമോഹം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം താറുമാറാകും. അതാണ് ഈ വചനഭാഗം തരുന്ന സന്ദേശം. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ലോകത്തെ സ്നേഹിക്കാത്തവരായിട്ട് നമ്മൾ മാറണം. ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് സത്യാത്മാവിനെ സ്വീകരിക്കുക സാധ്യമല്ല. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്വർഗത്തിൻ്റെ വില അറിയണം. സ്വർഗത്തിൻ്റെ വില അറിഞ്ഞിട്ട് ആ സ്വർഗം ലക്ഷ്യമാക്കണം. അതല്ലാതെ ഓട്ടോമാറ്റിക്കലി നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പൊക്കോളും അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ പോകണോ? എന്താണ് സ്വർഗം? അതിന് കൊടുക്കേണ്ട വില എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. മത്തായി 16:26 വായിച്ചാൽ, നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ നഷ്ടം സ്വർഗത്തിൽ പോകാതിരിക്കുന്ന, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലാഭം സ്വർഗത്തിൽ പോകുന്നതാണ്. പ്രഭാഷകൻ 18:10 വായിച്ചാൽ, സ്വർഗത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതം മണൽത്തരി പോലെ, അല്ലെങ്കിൽ കടലിലെ ഒരു തുള്ളി വെള്ളം പോലെ. എത്ര ചെറുതാണ്, നിസ്സാരമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ ലോക ജീവിതത്തിന് വേണ്ടി ഇത്രയും വലിയ സ്വർഗം നഷ്ടമാക്കുന്നത് അത് വിവേകമാണോ, നല്ലതാണോ, ഉചിതമാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. റോമ 8:18 വായിച്ചാൽ, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടത വെറും നിസ്സാരമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞത്, എനിക്ക് സ്വർഗത്തിൽ പോകണം, എൻ്റെ പേര് സ്വർഗത്തിലുണ്ടാകണം, അതിന് ഞാൻ എന്തെല്ലാം ചെയ്യണമെങ്കിലും ചെയ്യും, കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കും, സഭ തരുന്ന നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കും, വചനം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കും. എല്ലാം ഇതിനു വേണ്ടി സ്വർഗത്തിൽ പോകണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റണമെങ്കിൽ ഒരു പുതിയ പെന്തക്കോസ്ത് അനുഭവം അതാണ് നമുക്ക് വേണ്ടത്. നമ്മളിന്ന് വർജിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ലോകമോഹം, ധനമോഹം, പ്രശസ്തി മോഹം, ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ പല മോഹങ്ങളും നമുക്കുണ്ടാകാം. അത് വിട്ടിട്ട് സ്വർഗം മോഹിക്കുന്നവരായിട്ട് മാറാം. നമുക്ക് ആ തീരുമാനമെടുത്ത് നമ്മുടെ ഇന്നിൻ്റെ നിയോഗങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നവേനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ വർഷത്തെ പെന്തക്കോസ്ത് തിരുനാൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ലോകം മുഴുവനും വലിയൊരു അനുഗ്രഹമാക്കണമേ. മനുഷ്യർക്ക് അസാധ്യമായവ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ.
സകലതും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളോടൊപ്പം തിരുസഭയെയും ലോകം മുഴുവനെയും നവീകരിക്കണമേ. തണുത്തുപോയ ഞങ്ങളുടെ അഭിഷേകത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും മനസ്സിനെ ബലപ്പെടുത്തുകയും ആത്മീയ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. വിവേകത്താലും ജ്ഞാനത്താലും ഞങ്ങളെ പൂരിതരാക്കണമേ. പാപരഹിത ജീവിതം നയിച്ച് സ്വർഗത്തിന് അർഹരാകുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ലോകം മുഴുവനിലും ശാശ്വത ശാന്തിയും സമാധാനവും സ്നേഹവും ഐക്യവും അങ്ങ് സ്ഥാപിക്കണമേ. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അഭിഷേകം, ആത്മീയ ജ്വലനം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ആത്മാവിനാൽ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റി തരികയും ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി പെന്തക്കോസ്ത് തിരുനാളിനായിട്ട് ഒരുങ്ങാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.